ഉള്ളത് മുംബൈയിലാണ്. മുംബൈയിലെ വളരെ പ്രശസ്തമായി 65 വർഷങ്ങൾ പിന്നിടുന്ന മറാത്ത മന്ദിറിലാണുള്ളത്. അപ്പോൾ മറാത്ത മന്ദിറിൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരു സിനിമ ഇറങ്ങി 28 വർഷങ്ങൾ 1382 ആഴ്ചകൾ പിന്നിടുന്ന സിനിമ 1995 പുറത്തിറങ്ങിയ 95 ഒക്ടോബർ മാസം 20-ാം തീയതി പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ 28 വർഷങ്ങൾ ഇന്ന് പിന്നിടുകയാണ്. ഞാൻ ആ സമയത്ത് 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ടത് തിയേറ്റർ, സാധാരണ തിയേറ്ററിനായിരുന്നു, നമ്മുടെ നാട്ടിലെ ധനരാജ് അതുപോലെ NS തിയേറ്ററിനായിരുന്നു. ഇന്ന് നമ്മൾ ആ സിനിമ അതേ ക്വാളിറ്റിയിൽ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് ബോംബെയിൽ നിന്ന് കാണാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. അന്ന് റിലീസായിട്ട് ഇത്രയും വർഷം ഇവിടെ കളിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അതുപോലെ അറിയാമല്ലോ, പ്രശസ്ത സംവിധായകൻ രാജ് ചോപ്രയുടെ മകനായ ആദിത്യ ചോപ്രയുടെ കന്നി സംരംഭമായിരുന്നു ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. മികച്ച ഗാനങ്ങളൊന്നും പറയാനില്ല. ആനന്ദ് ബക്ഷിയുടെ രചനയ്ക്ക് ജതിൻ ഗഡിന്റെ സംഗീതം, ലതാ മങ്കേഷ്കർ, ഉദിത് നാരായണൻ, കുമാർ സാനു, ആശാ ഭോസ്ലെ, അഭിജിത്ത് എന്നിവരിൽ മികച്ച ഗാനാലാപനം, ഒന്നിനൊന്നും മെച്ചം. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ച ക്ലൈമാക്സ്, ഒളിച്ചോടാൻ പാടില്ല, മാതാപിതാക്കളോട് സമ്മതത്തോടു കൂടിയിട്ട് കല്യാണം കഴിക്കാൻ പാടുന്ന മെസ്സേജ്, ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് സിനിമ ഡൂപ്പർ ഹിറ്റായി. അത്രയേറെ ഹൃദ്യമായ സിനിമ. ഈ സിനിമ കാണാത്തതായിട്ട് ആരും തന്നെ അന്നേരത്തെ കാലത്തുള്ള ഇന്നത്തെ കാലത്തും ഉണ്ടായില്ല. അപ്പോൾ ഈ സിനിമ ഒന്നും കൂടി ഞാൻ കാണാൻ പറ്റുള്ളത്. അപ്പോൾ തിയേറ്ററിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. തിയേറ്റർ 1958 പണിതതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വസനീയമല്ല. അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ചോക്കിനെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് 1302 ആഴ്ചകൾ പിന്നിട്ടു എന്ന് പറഞ്ഞാൽ. ഇത് ബോംബെ അക്കാലത്തെ ഉണ്ടാക്കിയതിൽ വെച്ച് പഴമ നിലനിർത്തുന്ന ഒരു തിയേറ്റർ തന്നെയാണ്. അക്കാലത്തെ വലിയൊരു തിയേറ്റർ തന്നെയാണ്. ഇതിൻ്റെ പോസ്റ്റർ കണ്ടോ, അന്നേരം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പഴക്കം കാണുമ്പോൾ ഇവിടെ ഓൾറെഡി സിനിമ ആനിമൽ എന്ന് പറഞ്ഞ സിനിമയാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ഒരു ഷോ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആനിമൽ ടൈം കൂടിയ സിനിമയായതുകൊണ്ട് ഇന്ന് 10:30ക്കാണ് ഷോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 40 രൂപ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പം ശരിക്ക് 30 രൂപയും 35 രൂപയായിട്ട് വരുന്നത് ബാൽക്കണിക്ക്. സാധാരണ റേറ്റ് ശരിക്കും വരുന്നത് 170 രൂപ 200 രൂപ അങ്ങനെയാണ്. എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങെല്ലാം കണ്ടില്ലേ, വളരെ മനോഹരം തന്നെ. നമ്മുടെ ഇന്നത്തെ സിനിമാ തിയേറ്റർ പിറകിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയത്. ആ കാലത്ത് തന്നെ ഇന്നത്തെ മോഡലുള്ളതാണ് സംഭവം എല്ലാം. പിന്നെ എല്ലാം മാർബിളാണ്, മൊത്തം തിയേറ്റർ മൊത്തം മാർബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്കെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്ത് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും തോന്നില്ല, ഇത്രയും വർഷങ്ങൾക്ക് മുൻപേ തന്നെ. ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചയാണ്, മേലെ കാണുന്ന ബാൽക്കണി. അപ്പോൾ കണ്ടില്ല, ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല സംഭവം സെറ്റാണ്. ഉൾഭാഗത്ത് മാർബിൾ. 1958 ഉദ്ഘാടന ചിത്രം ഇതാണ്, സാധന. അതുപോലെ തന്നെ 6 വർഷത്തോളം തുടർച്ചയായിട്ട് പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു മുഗളിൻ ആസം. 6 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ സ്റ്റാർട്ടായി. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായൊരു സംഭവം തന്നെയാണ്. എന്നുവെച്ചാൽ സിനിമ ആ കൊല്ലത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ്, ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അതുപോലെ ഫിലിം ഫെയർ അവാർഡുകൾ വാരിക്കൂട്ടി. വളരെ ക്യൂട്ടായിട്ടുള്ള കാജലും അതുപോലെ ഷാറുഖ് ഖാനും രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ആദ്യമായിട്ട് നമ്മൾ ബാസിഗറിൽ കണ്ടതാണ്. പക്ഷേ ഇതിൽ കൂടി കൂടുതൽ ആഴത്തിലായി അനുപം ഖേറിൻ്റെ അഭിനയം, അതുപോലെ അമീഷ് പുരിയുടെ അഭിനയം. മികച്ച 10 സിനിമകൾ എടുത്താൽ അതിൽ ഒരു ഒന്നാമത്തെയോ രണ്ടാമത്തെ ചിത്രം ചിലപ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ആയിരിക്കും. അത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. 28 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഇപ്പോഴും സിനിമയ്ക്ക് യാതൊരുവിധ പഴമയുമില്ല. അതുതന്നെയാണ് ഈ അഷ്റഫ് ഫിലിംസിൻ്റെ ബാനറിൽ കൊടുക്കുന്ന എല്ലാ സിനിമകൾക്കും ഉള്ളത്. കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലും വളരെ പെർഫെക്റ്റാണ്. മൻമോഹൻ സിംഗ് എന്ന ക്യാമറാമാൻ്റെ മികച്ച ക്യാമറ ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു. അതുപോലെ തന്നെ പഴയകാല സിനിമ സിൽസില മറ്റുള്ളവരും നമുക്ക് ഇന്ന് കാണുമ്പോഴും പുതിയ സിനിമ പോലെ തോന്നലുണ്ട്. അതാണ് യാഷ് ചോപ്രയുടെ ഒരു വിജയ രഹസ്യം. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇന്നും ഈ സിനിമ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ മാസ്റ്റർ പ്രിൻ്റ് ഇറങ്ങിയത്. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ പ്രിൻ്റ് പോലത്തെ സാധനമാണ് ശരിക്കും കിട്ടിയത് എല്ലാവർക്കും CD. അതുപോലെ പിന്നെ TV-യിൽ വന്നത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അത്രത്തോളം ഈ സിനിമ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ് ഓടുമ്പോൾ ശരിക്കും ഒരിക്കലും TV-യിലും വരില്ല, കാസറ്റും ഇറങ്ങില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയ രഹസ്യവും. ഇതിൻ്റെ അവസാന ഭാഗത്തെ രംഗം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ നിന്ന് എണീറ്റ് നിന്നിട്ടാണ് കാണുക. അത്രത്തോളം നല്ല രംഗമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്ക്
1000 ആഴ്ചകളുടെ ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. 1000 ആഴ്ചകൾ. അപ്പോൾ 1000 ആഴ്ചേൻ്റെ ആഘോഷത്തിന് ഷാറൂഖ് ഖാനും കാജലും ഒക്കെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്റർ വളരെ അലങ്കരിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, മറാത്തി മന്ദിർ. അപ്പോൾ ഷാറൂഖ് ഖാൻ ജനങ്ങളൊക്കെ അഭിവാദ്യം ചെയ്തു. നല്ല ക്രൗഡായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. അതുപോലെ ചില ദിവസങ്ങളിൽ നല്ല തിരക്ക് തന്നെയാണ്, ശനി ഞായർ ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തിയേറ്ററിൽ വന്ന് ഈ സിനിമ വീണ്ടും കണ്ടത്. ഇനിയും ബോംബെയിൽ വരുമ്പോൾ ഈ സിനിമ ഇനിയും ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു. അത്രത്തോളം ഇഷ്ടമാണ് എനിക്കും എല്ലാവർക്കും. അതുപോലെ കാജലും ഇന്നും ആ സിനിമയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ഈ രംഗത്ത് കാണുമ്പോൾ. ഷാറൂഖ് ഖാനും കാജലിനൊന്നും പ്രായമില്ല. ഈ നടുവിൽ കാണുന്ന മറാത്ത മന്ദിറിൻ്റെ ഓണറാണ്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും ഒരു മുതൽക്കൂട്ട് തന്നെ. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിൽ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത്രയേറെ ഹൃദ്യമായ സിനിമയാണ്. അത് വേറെ തന്നെ ലെവലാണ്. അത് കണ്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.